So what about the forensic report? സാർ അത് ഫോറൻസിക് റിപ്പോർട്ട് പടി பார்த்தா there is a 2.5 to 3.5 இன்ச்சில் ரிஃப்ளெக்ஷன் தெரியுது. மேபி அது வெப்பன் ஆகிருக்கலாம். You mean a knife? மேபி അത് വെപ്പൺ ആയിരിക്കണം. എവിഡൻസ് ഒന്നും கிடையாது. ഇതിൽ വന്ന് മറ്റൊരു വിഷയം ചോദിക്കട്ടെ, പ്രീവിയസ് ഫയൽ എന്തെങ്കിലും എടുത്ത് നോക്കിയിരുന്നോ? ഇറ്റ് ഹാസ് ബീൻ ഡൺ. കോയിൻസിഡൻസ് ആകുമോ അല്ലയോ എന്ന് தெரியாது. ஆனால் இந்த ഇഞ്ചുറിയിൽ வந்து സിമിലർ ഡെപ്ത് ഉള്ള അൺസോൾവ്ഡ് കേസസ് ഉണ്ട്. വാട്ട് അബൌട്ട് ദി അതർ തിങ്സ്? മരിച്ച 12 പേരും തമ്മിൽ ഏതെങ്കിലും തരം റിലേഷൻ ഉണ്ടോ? നോ എവിഡൻസ്. നോ എവിഡൻസ് മീൻസ് ഇവരെ കണക്ട് ചെയ്യാൻ പറ്റുന്ന എവിഡൻസ് ഒന്നും ഇല്ലെന്നാണോ? അതോ ഈ 12 പേരെ പറ്റിയും ഒരു എവിഡൻസും ഇല്ലെന്നാണോ? ഈ 12 പേരെയും കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു എവിഡൻസും ഇല്ല. എക്സാക്ട്ലി, ദാറ്റ്സ് മൈ പോയിന്റ്. നീ ആ 12 സ്റ്റാഫ് കേസുകളുടെ ഡീറ്റെയിൽസ് എടുത്ത് അറിഞ്ഞിട്ടാണ് ഞാൻ കാണണമെന്ന് പറഞ്ഞത്. ആക്ച്വലി ആ കേസുകളുടെ പുറകെ ഞാനും ഉണ്ടായിരുന്നു. എൻ്റെ സബോർഡിനേറ്റ് SI വിശാലായിരുന്നു ഒരു അണ്ടർ കവറായിട്ട് ആ കേസ് ഹാൻഡിൽ ചെയ്തിരുന്നത്. വിശാലിൻ്റെ മൂവ്മെൻറ്റ്സ് ഓൾമോസ്റ്റ് കില്ലറിൻ്റെ ഒപ്പം എത്തിയതാണ്. But unfortunately, he got murdered. That too with a 3-inch weapon. But his findings, it's worse. So, you got something surprising? That's what I am coming to say. വിശാലിൻ്റെ ഫൈൻഡിങ്സിൽ നിന്ന് ഈ മർഡറെല്ലാം ചെയ്തതായി തോന്നുന്ന ഒരു പർട്ടിക്കുലർ കേസുണ്ട്. നിങ്ങളുമായി സംസാരിച്ചപ്പോൾ ഇറ്റ് സീംസ് മാച്ചിങ്. ഞാനത് നിനക്ക് അയച്ചു തരാം. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, എന്നെ ഡൽഹിയിലേക്ക് തിരിച്ച് വിളിച്ചു. ഒരു സ്മഗ്ലിംഗ് റിലേറ്റഡ് കേസാണ്. ഇല്ലെങ്കിൽ ഞാനും നിങ്ങളുടെ കൂടെ കൂടിയേനെ. സോ ഐ വാണ്ട് ടു ലീവ് ടുമോറോ. എനി ഹൗ, ബെസ്റ്റ് വിഷസ്. താങ്ക് യു. ഓക്കെ സമന്ത, യു ക്യാൻ ലീവ്. ഓക്കെ സാർ. ഓ കടവുളേ. ആഹാ 10-20 മിസ് കോൾ ഉണ്ടല്ലോ. ഹലോ മനു. എന്താ വിളിച്ചത്? ചുമ്മാ ഒന്നുമില്ല. ഒന്നുമില്ലേ? അതെ, കുറച്ച് ദിവസത്തേക്ക് എന്നെ വിളിക്കരുത്. എവിടെ പോകുന്നു? സമയം ശരിയല്ല. അടി കിട്ടി മടുത്തു. എന്താ? അല്ല, ഒരു ട്രിപ്പ് പോവാ. എടാ, ഇവിടുത്തെ കാര്യമൊന്നും പറയണ്ട. അയാൾക്ക് മേക്കപ്പും ക്യാഷും ഉള്ള പെണ്ണുങ്ങളെ മതി. എനിക്ക് മടുത്തു. ഞാൻ ഡൈവോഴ്സിന് ഫയൽ ചെയ്യാൻ പോവാം. എനിക്ക് നിന്നെ ഒന്ന് കാണണം. I need divorce. കട്ടാക്കിയോ തെണ്ടി? വീണ്ടും ഡിവോഴ്സോ? എസ്കേപ്പ്. ഹലോ. ഹലോ. നിന്റെ പ്ലാൻ വർക്കൗട്ടായി. ഓൺലൈൻ ആംഗ്ലമാരെ ചമഞ്ഞ് നടക്കുന്നവന്മാരൊന്നും അത്ര വെടുപ്പല്ല. ശരിയടി, ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. അയാൾക്ക് മേക്കപ്പും ക്യാഷും എനിക്ക് മടുത്തു. ഞാൻ ഡൈവോഴ്സ് ഫയൽ ചെയ്യും. പാവം എൻ്റെ ഏട്ടൻ. ഏട്ടാ ഏട്ടാ. சொல்லு.
சரி பார்த்துக்கிறேன். ஓ தேங்க்ஸ். It's case number 10, Melvin. പല കമ്പാരിസൺസ്, കോമ്പിനേഷൻസ് ഇതെല്ലാം അനലൈസ് ചെയ്ത് നോക്കിയിട്ട് കോമൺ സ്റ്റാബ് ലെങ്ത് ഉള്ള കേസുകളിൽ ഓൾമോസ്റ്റ് 90% മാച്ചായ കൾപ്പിറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ ഡോക്യുമെൻ്റ് ചെയ്തിരിക്കുന്നത്. കുട്ടിക്കാലം തൊട്ടേ ഒരു സൈക്കിക് മെൻറ്റാലിറ്റി ഉള്ള ചൈൽഡായിരുന്നു മെൽവിൻ. സ്റ്റീഫൻ്റെയും അനിതയുടെയും ദത്തുപുത്രനായി അവരുടെ വീട്ടിലെത്തിയ മെൽവിൻ പെട്ടെന്ന് തന്നെ എല്ലാവരുമായി ഇണങ്ങി. പക്ഷേ അവരുടെ ഇളയ പുത്രനായ ജോയലുമായി ഒരു അകൽച്ച മെൽവിൻ ഉള്ളിൽ സൂക്ഷിച്ചിരുന്നു. ജോയലിനെ കിട്ടാതെ എല്ലാം തനിക്ക് വേണം എന്ന വാശി മെൽവിൻ ഉണ്ടായിരുന്നു. ലൈക്ക് എ വിൽഫുൾ ചൈൽഡ് ഹു ഈസ് ഇൻ ടൈറാനിക്കൽ നീഡ് ഓഫ് അറ്റൻഷൻ. മെൽവിൻ്റെ കേസ് നോക്കിയാൽ ഒരു ജനിതക പ്രശ്നമോ ഇമോഷണൽ സ്കാരോ ലേണിംഗ് ഡിസബിലിറ്റിയോ ഒന്നുമില്ലായിരുന്ന ഒരു കുട്ടിക്കാലമായിരുന്നു. മെൽവിൻ്റെ ഒരു എബിലിറ്റി എന്ന് പറയുന്നത് ഹി ക്യാൻ വെയിറ്റ് അണ്ടിൽ ആൻ ഓപ്പർച്യൂൺ മൊമെൻറ്റ് ടു പോർ ഹിസ് റിവെഞ്ച് ഓൺ സംവൺ. അത് ഇടയ്ക്ക് സ്റ്റീഫൻ്റെ നേരെ പ്രകടമാക്കിയിരുന്നു. കൂടാതെ ഒരിക്കൽ മെൽവിൻ്റെ ബാഗിൽ നിന്ന് കിട്ടിയ കുറച്ച് സാധനങ്ങൾ അനിതയെ കൺഫ്യൂഷനാക്കിയിരുന്നു. സ്റ്റീഫൻ അത് അവരുടെ നാട്ടിലുള്ള ഒരു സൈക്കാട്രിസ്റ്റ് കൂടിയായ ഫാദർ മിഖേൽ ഗ്രിഗറിയോട് സംസാരിച്ചിരുന്നു. മെൽവിനുമായി അദ്ദേഹം ഇരുന്ന ഒരു സിറ്റിങ്ങിൽ ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് ജോയലിനെ ശ്വാസം മുട്ടിക്കാറുണ്ട് മെൽവിൻ എന്ന് മനസ്സിലാക്കി. ഫാദറിൻ്റെ അഭിപ്രായപ്രകാരം മെൽവിൻ്റെ പ്രോബ്ലം ക്യാൻ ബി എ ഡിലേഡ്സ് എംപതി. ചിലപ്പോൾ പേരൻസ് തന്നെ സ്നേഹിക്കുന്നില്ല എന്ന് ചില കുട്ടികൾക്ക് തോന്നാറില്ലേ, അതുപോലെയൊന്ന്. പക്ഷെ മെൽവിൻ്റെ കേസിൽ അത് അമ്മ അനിതയായിരുന്നു. തന്നെ മാത്രം സ്നേഹിക്കണം എന്ന ഒരു പ്രത്യേക വാശി. ഫാദർ ഗ്രിഗറിയുടെ കൗൺസിലിംഗ് കഴിഞ്ഞ് വീട്ടിലെത്തിയ മെൽവിൻ കുറച്ചു കാലം നോർമലായിരുന്നു. പക്ഷെ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയതോടെ ഫാദർ ഗ്രിഗറി വന്നവനെ കൂട്ടിക്കൊണ്ടുപോയി. പിന്നെ പള്ളിവക കോൺവെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിലാണ് മെൽവിൻ പഠിച്ചതും വളർന്നതും. പിന്നീട് അങ്ങോട്ട് മെൽവിൻ നോർമലായിരുന്നു. പഠിത്തമൊക്കെ കഴിഞ്ഞുള്ള ടൈമിൽ എപ്പോഴുമാണ് ഏഞ്ചല് മെൽവിൻ്റെ ലൈഫിലേക്ക് വരുന്നത്. പിന്നീട് അങ്ങോട്ട് മെൽവിനെ കുറിച്ച് നല്ലത് മാത്രമേ എല്ലാവർക്കും പറയാനുണ്ടായിരുന്നുള്ളൂ. മെൽവിനെ ഏഞ്ചൽ അടിമുടി മാറ്റിയെടുക്കുകയായിരുന്നു. മെൽവിൻ എന്ന വ്യക്തിയുടെ ഗോൾഡൻ ഡേയ്സ് ആയിരുന്നു അത്. പക്ഷെ ആ സന്തോഷം അധികം നീണ്ടില്ല. ഏഞ്ചലിൻ്റെ പേരൻസായ പീറ്ററിനെയും റോസിയെയും ചെറുപ്പത്തിൽ തനിക്ക് നഷ്ടപ്പെട്ട മാതാപിതാക്കളെ തിരിച്ചു കിട്ടിയ പോലെ ആയിരുന്നു മെൽവിൻ സ്നേഹിച്ചിരുന്നത്. അവരുടെ കണ്ണുനീര് അത് അവന് താങ്ങാവുന്നതിനപ്പുറമായിരുന്നു. അതോടെ മെൽവിൻ്റെ സമനില വീണ്ടും തെറ്റിത്തുടങ്ങിയെന്നാണ് അവനോട് അടുപ്പമുള്ളവർ പറഞ്ഞിരുന്നത്.
കുറച്ചു കാലം കഴിഞ്ഞതോടെ മെൽവിനെ ആ നാട്ടിൽ പിന്നെ കാണാതായി. ഈ റെഫേർഡ് മേർഡേഴ്സിന് പിന്നിൽ മെൽവിൻ ആണെന്ന് സംശയം തോന്നാൻ കാരണം ഈ മർഡർ നടക്കുന്ന ഏരിയയിലൊക്കെ മെൽവിൻ്റെ പ്രസൻസ് ഉണ്ടായിരുന്നതായി പ്രൂഫ് കിട്ടിയിട്ടുണ്ട്. കൂടാതെ ചെറുപ്പത്തിലൊരു ബഡ്ഡിങ് സൈക്കോപാത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടായിരുന്ന മെൽവിൻ ഫാദർ ഗ്രിഗറിയുടെയും ഏഞ്ചലിൻ്റെ അഭാവത്തിൽ വീണ്ടും പഴയ ട്രാക്കിൽ തന്നെ ആയി കാണുമെന്ന് സംശയിക്കുന്നു. ഇറ്റ്സ് എ വൈൽഡ് ഗസ് ബട്ട് നോട്ട് ഷുവർ. നമുക്കിടയിൽ ഒരുപാട് സൈക്കോപാത്സ് ഉണ്ട്. ചെറിയ ഡോസിലുള്ളവർക്ക് അത് പ്രകടമാക്കാതെ ജീവിക്കാൻ കഴിയും. പക്ഷേ അതൊരു റോങ് കോമ്പിനേഷനിലോ എക്സ്ട്രീം ഫോമിലോ ആണെങ്കിൽ ദേ ക്യാൻ പ്രൊഡ്യൂസ് എ ഡേഞ്ചറസ്ലി ആൻറ്റി സോഷ്യൽ ഇൻഡിവിജ്വൽ ഓർ ഈവൻ എ കോൾഡ് ബ്ലഡഡ് കില്ലർ.